ഹരി ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ചൊവ്വ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. ഇതിക്ക് മുൻപുള്ള എപ്പിസോഡിൽ ചരരാശിയിൽ സ്ഥിരരാശിയിലൊക്കെ ചൊവ്വ നിന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഉഭയരാശിയിൽ, അതായത് 12 രാശിയിലെ മൂലകളിൽ വരുന്ന ഉഭയരാശികൾ, കോൺ രാശികളിൽ ചൊവ്വ നിന്നാൽ, അത് 7ാമത്തെ ചൊവ്വയായിക്കോട്ടെ, അഷ്ടമ ചൊവ്വയായിക്കോട്ടെ, ആ ചൊവ്വ നിന്ന് കഴിഞ്ഞാലുള്ള ദോഷത്തിന് പരിഹാരം. ഇത് വിവാഹം കഴിഞ്ഞു, അറിഞ്ഞോ അറിയാതെ വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ള, അതായത് ജാതകം നോക്കാതെ വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾക്കുള്ള പരിഹാരമാണ് പറയുന്നത്. ചൊവ്വ അഷ്ടമത്തിലും 7ലൊക്കെ നിന്നു കഴിഞ്ഞാൽ ദാമ്പത്യ സുഖങ്ങൾ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിനെയും വീട്ടുകാരെയൊക്കെ പേടിച്ച് രണ്ട് കൂട്ടരും അടക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ജീവിതം മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അസുഖങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ വരും. അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ പുരുഷന് നാശം വരും, പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് നാശം വരും. ഇങ്ങനെ അപ്പോൾ വിവാഹം കഴിഞ്ഞു പോയിട്ടും ഇതിനെപ്പറ്റി പിന്നീടായിരിക്കും ഇതിന് ചകഞ്ഞു നോക്കുക. എന്താണ് എനിക്ക് ഈ ദാമ്പത്യ ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ വരാൻ കാരണം? അപ്പം അങ്ങനെ നോക്കുമ്പോൾ 7ൽ ചൊവ്വയും അഷ്ടമ ചൊവ്വയൊക്കെ വന്നാൽ, അതിന് ഉഭയരാശിയിലാണ് ആ ചൊവ്വ നിൽക്കുന്നതെങ്കിൽ അതിന് പരിഹാരമാണ് ഈ എപ്പിസോഡ്. ഇതിൽ ചെയ്യേണ്ടുന്ന ഒരു ക്രിയ, വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, സുബ്രഹ്മണ്യസ്വാമി 2 പത്നിമാരൊത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു പത്നിയോടൊത്ത് നിൽക്കുന്നതോ ആണെങ്കിൽ വിശേഷമായിരിക്കും. ഇനി അതല്ല, അവിടെ വിഗ്രഹം ഭഗവാൻ മാത്രം നിൽക്കുന്നതാണെങ്കിലും അതും കുഴപ്പമില്ല. ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഭഗവാൻ സമേതനായി നിൽക്കുന്നതാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ മാസത്തിലും ഈ മാസം പനിനീരഭിഷേകം ചെയ്തുവെങ്കിൽ അടുത്ത മാസം കരിക്ക് കൊണ്ട് അഭിഷേകം, പിന്നത്തെ മാസം ഭസ്മാഭിഷേകം, പിന്നത്തെ മാസം കളഭാഭിഷേകം, ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ കുങ്കുമം അർച്ചന ചെയ്യണം. എല്ലാ മാസവും കുങ്കുമാർച്ചന കൊടുക്കണം. ഏത് വഴിപാടാണ് ആ മാസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കരിക്ക് കൊണ്ടുള്ള അഭിഷേകമാണെങ്കിൽ അതോടൊപ്പം തന്നെ കുങ്കുമാഭിഷേകവും ചെയ്യുക. പിന്നത്തെ മാസം പഞ്ചാമൃത അഭിഷേകമാണെങ്കിൽ അതോടൊപ്പം തന്നെ കുങ്കുമാർച്ചനയും കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, മുടങ്ങാതെ എല്ലാ മാസവും കുങ്കുമാഭിഷേകം ചെയ്യണം. അപ്പോൾ തിരുമേനിയോട് പറയണം, ആ പാദത്തിൽ വീണിട്ടുള്ള ആ കുങ്കുമം ഭഗവാന്റെയും ഭഗവതിയുടെയും പാദങ്ങളിൽ വീണിട്ടുള്ള കുങ്കുമം ഉച്ഛിഷ്ടമായി തരണം എന്ന് പറയാം. അപ്പോൾ തരുമ്പോൾ അദ്ദേഹത്തിന്
ഒരു ദക്ഷിണ കൈ നിറഞ്ഞു കൊടുക്കണം. അപ്പം അദ്ദേഹം നമുക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കും. ഈ അർച്ചന ചെയ്യുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഷഷ്ടി വ്രതമെടുക്കണം. എല്ലാ ഷഷ്ടിക്കും ഉഭയരാശിയിൽ ചൊവ്വ വരുന്നവർക്കാണ് ഇങ്ങനെ അനുഷ്ഠിക്കേണ്ടത്. എല്ലാ ഷഷ്ടിക്കും വ്രതം എടുത്ത് പിറ്റേ ദിവസം പാരണമിടണം. അതായത് ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ അഭിഷേകം ചെയ്ത ആ തീർത്ഥം കഴിക്കുക. ഇത് സൽസന്താനങ്ങൾക്കും ദാമ്പത്യ സുഖങ്ങൾക്കും എല്ലാ ചൊവ്വാദോഷപരമായിട്ടുള്ള പരിഹാരമാണ് ഭഗവാന് കുങ്കുമാഭിഷേകം. ഈ അഭിഷേകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ മാസം ഇടവിട്ട് ചെയ്യുമ്പോൾ, ഈ അഭിഷേകങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ തന്നെ ഗണപതിയും ഉണ്ടായിരിക്കും. ആ ഗണപതിക്കും എന്തെങ്കിലും ഒരു വഴിപാട് കൊടുക്കണം. ത്രിമധുരോ അല്ലെങ്കിൽ എന്തെങ്കിലും യഥാശക്തി ഒരു വഴിപാട്, ചെറിയൊരു വഴിപാട് കൊടുക്കണം. അപ്പോഴാ ഗണപതി ഭഗവാൻ പ്രസാദിക്കുമ്പോഴാണ് സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ പ്രസാദിക്കുള്ളൂ. 7 ഉഭയരാശിയിൽ ചൊവ്വ നിൽക്കുന്നവർ അഷ്ടമരാശി ഉഭയരാശിയായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ വഴിപാട് ചെയ്താൽ, ഷഷ്ടിവ്രതമെടുത്താൽ, ആ കുങ്കുമം കൊണ്ട് നിങ്ങൾ സിന്ദൂരമായി സ്ത്രീകൾ തൊട്ടാൽ, പുരുഷന്മാർ നെറ്റിയിൽ ചാർത്തിയാൽ തീർച്ചയായും ചൊവ്വയുടെ ആധിക്യം കുറഞ്ഞ് രോഗങ്ങളില്ലാതെ നല്ല ദാമ്പത്യ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നരകതുല്യമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കേണ്ടതായി വരും. ഇത്തരം അറിവുകൾ ഒരുപാട് നാൾ ഗുരുക്കന്മാരുടെ ഗുരുപാദ പൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച ഈ അറിവുകൾ വിശ്വോത്തര ചാനലായിരിക്കുന്ന യൂട്യൂബിലൂടെ സകല ജനങ്ങൾക്കും ഗുണപ്രദമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണം. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണമാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാകുടുംബഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, അതോടൊപ്പം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.